ഷിബ്ലാസ് കിച്ചൺ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ കേക്ക് റെസിപ്പിയുമായിട്ടാണ്. വാൻചോഫി കേക്ക് എന്ന് ഞാൻ ടൈറ്റിൽ കൊടുത്ത പോലെ തന്നെ ഒരു വാൻചോഫി കേക്കാണിത്. 3 ഫ്ലേവർ വരുന്നൊരു കേക്കാണ്. വാനില, അതുപോലെ തന്നെ ചോക്ലേറ്റ്, പിന്നെ ടോഫി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാൻചോഫി കേക്ക് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള ഒരു കേക്കാണിത്. സൂപ്പർ ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾ ഇതിന് മുമ്പ് ഏതെങ്കിലും ഒരു ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിതുവരെ ഒരു ചാനലിൽ ഈ ഒരു റെസിപ്പി കണ്ടിട്ടില്ല. അതല്ലാണ്ട് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഈ ഒരു കേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു വാൻചോഫി കേക്ക് റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 kg വാനില സ്പോഞ്ചും അതുപോലെ തന്നെ 1 kg ചോക്ലേറ്റ് സ്പോഞ്ചും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 kg കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സ്പോഞ്ച് രണ്ടും ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, വേണ്ടവർ കണ്ടാൽ മതി. ഇനിയിപ്പോൾ നിങ്ങളിത് 1 kg ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1/2 kg വാനില സ്പോഞ്ചും അതുപോലെ തന്നെ 1/2 kg ചോക്ലേറ്റ് സ്പോഞ്ചും എടുത്താൽ മതി. അതാണെങ്കിലും ഞാൻ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിൽ ലിങ്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ വാൻചോഫി നട്ട്സ് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് കാഷ്യൂ നട്ടും 1/4 കപ്പ് ബദാമും എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ട് ചെറിയ തീയിലിട്ടിട്ട് പാനിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പക്ഷേ നട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇനി ഈ ഒരു നട്ട്സ് തണുത്തതിന് ശേഷം ഒന്ന് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടിക്കല്ല് വെച്ചിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ടോഫിയാണ്. അപ്പോൾ ടോഫി ഒരു ടിന്ന് ഫുള്ളായിട്ട് വേണ്ടി വരും. ഇപ്പം 2 kg ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ടിന്ന് ഫുള്ളായിട്ട് ടോഫി ഞാൻ എടുത്തിട്ടുണ്ട്. ആ ടോഫി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ടോഫി തയ്യാറാക്കാൻ അറിയാത്തവർക്ക് ഞാൻ ടോഫി തയ്യാറാക്കുന്ന വീഡിയോ വേണമെന്നുള്ളവർക്ക് ഞാൻ ചെയ്തിട്ടിടാം. എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ, ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാം. അപ്പോൾ ഈ ടോഫി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ബീറ്റ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു കേക്കിന് ടോട്ടല് 2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1.5 കപ്പ് അളവിൽ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ ടോഫിയിൽ ഈ ക്രീം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ബീറ്ററിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ടോഫി ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൊട്ടേറ്റിംഗ് ടേബിളിൽ ഞാനൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കേക്ക് ബോർഡിൻ്റെ മിഡിലോട്ടായിട്ട് കുറച്ച് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ലെയർ ചോക്ലേറ്റ് സ്പോഞ്ചും അതിൻ്റെ അടുത്ത ലെയർ വെനില സ്പോഞ്ചും അങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഷുഗർ സിറപ്പിൽ മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് വൈറ്റ് കളർ കാണുന്നത്. അപ്പോൾ ആ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടോഫി ക്രീം വെച്ചിട്ട് ഇതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഫുള്ള് നട്ട്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, ആ നട്ട്സ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടോഫി നട്ട്സ് കേക്ക് പൊതുവേ വെനില ഫ്ലേവറിലുള്ള കേക്കിലാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പം ഈ ഒരു ചോക്ലേറ്റും അതുപോലെ തന്നെ വാനിലയും കൂടി മിക്സ് ചെയ്ത് ചെയ്യുമ്പം കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. അപ്പം കസ്റ്റമർ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് 1 kg ചെയ്യാവുന്നതാണ്, ഹാഫ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനൊരു ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ട് അടുത്ത ലെയർ വെനില സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ട് അതും കൂടി ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ ലെയറും ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ക്രം കോട്ടിങ് ചെയ്തെടുക്കുക. ഒരു കാര്യം, നമ്മൾ എല്ലാ ലെയേഴ്സും വെച്ച് കൊടുക്കുമ്പം കറക്റ്റ് ലെവലായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം ഇത് ടോളായിട്ടുള്ള കേക്കല്ല. അപ്പോൾ ടോൾ കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആ ലെയർ ചെയ്യുമ്പം തന്നെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതുപോലെ ക്രം കോട്ടിങ് ചെയ്തെടുക്കുക. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഫൈനൽ കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ആ കേക്കിൻ്റെ ക്രംസ് ഒന്നും ക്രീമിൽ പറ്റിപ്പിടിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിത് ഫുള്ളായിട്ട് ടോഫി ക്രീം വെച്ചിട്ട് ചെയ്യുന്ന കേക്ക് ആയതുകൊണ്ട് തന്നെ കസ്റ്റമൈസ്ഡ് ഡിസൈൻസൊക്കെ വരുമ്പോൾ നമുക്ക് പുറമേ ടോഫി ക്രീം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രം കോട്ടിങ് ഇതുപോലെ ടോഫി ക്രീമിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറമേ വേണ്ട കളർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതുപോലെ ക്രീം ആവാത്ത സ്ഥലത്തൊക്കെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ക്രീമാക്കി കൊടുത്തിട്ട് നമുക്ക് മൊത്തത്തിൽ എല്ലായിടത്തും കേക്കിൻ്റെ ക്രംസ് ഒന്നും ഒട്ടും കാണാത്ത രീതിയിൽ ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു സ്റ്റിക്ക് കുത്തി കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിയുള്ളൊരു സ്ട്രോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കേക്കിൻ്റെ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മിഡിലോട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട്, കാരണം ഇത് കുറച്ച് ദൂരേക്ക് കൊണ്ടുപോകാനുള്ള കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ തെന്നി വീഴണ്ടെന്ന് വെച്ചിട്ട് 3 സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടിയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. ഒരെണ്ണം കുത്തി കൊടുക്കണ്ട, എന്തായാലും ഒരു സേഫ്റ്റിക്ക് ഒരെണ്ണത്തിൽ കൂടുതൽ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് നമ്മൾ സ്റ്റിക്ക് കൊടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു ഹോളൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫൈനൽ കോട്ടിങ് വൈറ്റ് ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് ഡിസൈനാണ്. ഇവരെനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് ക്രീം വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ കാണുക, നല്ല യൂസ്ഫുൾ ആയിരിക്കും ബിഗിനേഴ്സിനൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോയിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ സ്റ്റാർട്ടിങ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വിധം പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒരു ഡിസൈൻ കൂടി ചെയ്തു കൊടുക്കുക. അപ്പോൾ അവർ അയച്ചു തന്ന പിക്ചറിൽ ഈ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു സിഗ്സാഗ് സ്ക്രാപ്പറാണ് എടുത്തിട്ടുള്ളത്. ആ സ്ക്രാപ്പറിൽ ജസ്റ്റ് ഇതുപോലെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഈ ഒരു ഡിസൈനിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വലുതായിട്ട് വലിയ ഡിസൈൻസ് ഒന്നും ചെയ്യാനില്ല. ഫ്രഷ് ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ഫ്ലവേഴ്സ് ഇതുപോലെ സെല്ലോ ടാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ കവർ ചെയ്യണം. ഡയറക്റ്റായിട്ട് കേക്കിലോട്ട് കുത്തി കൊടുക്കരുത്. ഇപ്പം ഞാൻ കുറച്ച് അധികം ഫ്ലവേഴ്സ് തന്നെ ഇതിലോട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പം മിഡിൽ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. മിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റിനുമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഹസ്ബൻഡ് വൈഫിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന കേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു തീമിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഫ്ലവേഴ്സ് വെക്കുന്നത് കേട്ടോ. പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സ് വെക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നമ്മുടെ ഫ്ലവേഴ്സ് വെള്ളത്തിന് കാട്ടിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് അതിലോട്ട് ഇതുപോലെ സെല്ലോ ടാപ്പ് ചുറ്റിയിട്ട് വേണം കേക്കിലോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്കിൽ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഡെലിവറി ചെയ്യുന്ന സമയത്ത് തന്നെ വെക്കണം എന്നൊന്നുമില്ല. ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവസാനം ഡെലിവറി ചെയ്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് വെച്ച് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഇതിലോട്ട് ചെറിയൊരു ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോപ്പർ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യിപ്പിക്കാനും പറ്റും. ചില ഷോപ്പിലൊക്കെ അങ്ങനെ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലവിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പർ കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റേറ്റ് എങ്ങനെയാണ് എടുക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ടോഫി കേക്കിന് ഞാൻ എടുക്കുന്നത് 1000 ആണ് പെർ kgക്ക്. അപ്പോൾ 1000 പെർ kg. അപ്പോൾ 2 kgക്ക് 2000 പ്ലസ് പിന്നെ നമ്മുടെ ടോളാക്കിയതിന് ഒരു 100 റുപ്പീസൊക്കെ എക്സ്ട്രാ എടുക്കുക. നമുക്ക് ബോക്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ടോപ്പറിൻ്റെ റേറ്റ്, അതുപോലെ തന്നെ നമുക്ക് എക്സ്പെൻസ് വരുന്ന ഫ്ലവേഴ്സിൻ്റെ റേറ്റ്, അതൊക്കെ പ്ലസ് ചെയ്തിട്ടാണ് നമ്മൾ റേറ്റ് എടുക്കുക. ഇനിയിപ്പോൾ ഞാനിതിലോട്ട് സിൽവർ ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമില്ല, ജസ്റ്റ് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഒരു ഷോക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഡെക്കറേഷൻസ് കഴിഞ്ഞു. പിന്നെ പേര് എഴുതാനാണ് ഉള്ളത്. അപ്പോൾ ഞാനത് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഫോണ്ടൻറ്റ് കട്ടർ ഉപയോഗിച്ചിട്ട് ബോർഡിലാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ മുകളിലൊന്നും എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബോർഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് കേക്ക് 6 കപ്പ് കേക്കും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാൻചോഫി കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കേക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്തിടാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.